Very good morning to one and all and warm welcome to our 16th online class. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലീഗൽ ഫ്രെയിം വർക്ക് ഇൻ്റർനാഷണൽ ഏരിയാസിൽ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ 3 സ്ഥലങ്ങളിലെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് അത്? UK, USA ആൻഡ് ഓസ്ട്രേലിയ. ഇന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കോർപ്പറേറ്റ് ഗവേണൻസ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ചൈനയാണ്. അപ്പോൾ ചൈനയിലെ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചൈനാസ് ഇക്കണോമിക് റീഫോംസ് ഹാവ് ഫ്യൂവൽഡ് റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത് ഇൻ ദ പാസ്റ്റ് 3 decades. 3 decades ആയിട്ട് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ റാപ്പിഡായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ചൈനയുടെ സാമ്പത്തികമായിട്ടുള്ള നിലവാരം. At the same time, the Chinese have developed policies to create Western style oversight mechanism and corporate governance in an effort to improve public confidence in their markets at home and abroad. ചൈനയ്ക്ക് അവരുടെ ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഹോം ഏരിയയിലും അതുപോലെ തന്നെ എബ്രോഡിലും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ളത് വെസ്റ്റേൺ സ്റ്റൈൽ എന്ന് പറയുന്നത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പോളിസീസ് അഡോപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ മെക്കാനിസം ഓവർസൈറ്റ് ചെയ്യുക, മുൻകൂട്ടി കാണുന്ന ഒരു വെസ്റ്റേൺ സ്റ്റൈല് ഫോളോ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഫോക്കസിങ് ആണ്. അത് ഹോം കൺട്രീസിലും അതുപോലെ തന്നെ എബ്രോഡ് ഏരിയാസിലും ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളിസീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ചൈന ഒരുങ്ങിയത്. Despite this progress, however, corporate governance mechanism in China remain weak. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ചൈനയിൽ എങ്ങനെയാണ് വളരെ വീക്കായിട്ട് തന്നെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി എന്ന് പറയുന്നത്, അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് വളരെ താഴ്ന്ന നിലവാരത്തിലാണ് ചൈനയിൽ നിൽക്കുന്നത്. Until recently, the government controlled almost every aspect of China's economy and most enterprises were state-owned. അവിടെ ഒരു മാറ്റം, റീസെൻ്റായിട്ട് ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത് ഗവൺമെൻറ് കൺട്രോളിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ ചൈനയുടെ ഇക്കോണമിയും അതോടൊപ്പം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓൺഡ് ആക്കി മാറ്റാനായിട്ടുള്ള ഒരു ചേഞ്ച് അവർ അഡോപ്റ്റ് ചെയ്തു. In the 1990s, China took the first step towards modern corporate governance by establishing the Shanghai and Shenzhen stock exchanges and by creating a new government body to regulate its new stock market, namely the China Securities Regulatory Commission. ഒരു CRC എന്ന് പറയുന്നതാണ് 1990 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാണ് മോഡേൺ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ചൈന ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവർ സ്റ്റാർട്ട് ചെയ്തു. ഷെൻഷായ് ആൻഡ് ഷെൻഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷനോട് കൂടിയിട്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനൊരു കമ്മീഷൻ ഉണ്ടാക്കി. ആ കമ്മീഷൻ്റെ പേരാണ് CSRC, that is China's Securities Regulatory Commission. The next 10 years saw the emergence of a modern enterprise structure as China passed its first company law delineating the rights and responsibilities of the corporation. ഈ 1990s CSRC വന്നതിന് ശേഷം ഒരു പുതിയതായിട്ടുള്ളൊരു കമ്പനി ലോ കൊണ്ടുവരാണ് അവർ ചെയ്തത്. 10 വർഷത്തെ ആ എമർജിങ് ടെൻഡൻസി എന്ന് പറയുന്നതിനെ വിലയിരുത്തിക്കൊണ്ട് ആ ഒരു സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് തന്നെ ഒരു കമ്പനി ലോ അവർ ക്രിയേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് തന്നെ അവർ സ്പെസിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയത്. Notably, investments in Chinese stock market surged during this period. അതോടൊപ്പം തന്നെ ഒരു പുതിയ CSRC വന്നതോടുകൂടി ചൈനീസിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ആ സമയത്ത് വളരെയധികം വിപുലീകരിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ബട്ട് ഡെസ്പൈറ്റ് ദീസ് റീഫോംസ് സ്റ്റേറ്റ് ഷെയർ ഹോൾഡേഴ്സ് സ്റ്റിൽ എൻജോയ്ഡ് ഓവർവെൽമിങ് ഫേവറിസം ഓവർ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റേറ്റ് ഷെയർ ഹോൾഡേഴ്സ് അവർ എന്താണ്
ഫോക്കസ് ചെയ്തിരുന്നത്? ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഫേവറിറ്റിസം ആണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് സ്റ്റേറ്റ് ഓണർഷിപ്പ് കൊണ്ടുവന്നു എന്നുണ്ടെങ്കിലും അവിടെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് തന്നെയാണ്. In 2006, China implemented the first of several new policies intended to address the continuing power imbalance between state and individual shareholders. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്? സ്റ്റേറ്റ് ഓണേഴ്സും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. ആ ഇംബാലൻസ് റിമൂവ് ചെയ്യാനായിട്ടാണ് 2006 ചൈന പുതിയതായിട്ട് ചെയ്തിട്ടുള്ളത് സെവറൽ ന്യൂ പോളിസീസ് ഇൻറ്റൻഡഡ് ടു അഡ്രസ്. അതായത് പുതിയ പോളിസീസ് 2006 പുതിയതായി കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ആ ഇംബാലൻസ് എന്ന് പറയുന്നത് ഇല്ലാതെയാക്കാനായിട്ടുള്ള ഒരു പവർ അവിടെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. China's first corporate governance code was introduced by the China Securities Regulatory Commission in 2000. ഒന്ന് ടെക്സ്റ്റിലൊന്ന് കറക്റ്റ് ചെയ്യുക, അവിടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട്, 200 എന്നാണ് എഴുതിയിട്ടുള്ളത്, അത് 2000 എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യുക. അപ്പോൾ CSRC എന്താണ് ചെയ്തിട്ടുള്ളത്? CSRC ഒരു പുതിയ കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിൽ എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 2000 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം in August 2016 a review of this code was announced by the chairman of CSRC and other legislative reforms are also under review. ഇനി ഈ 2000 കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഓഗസ്റ്റ് 2016 CSRCയുടെ ചെയർമാൻ ഒരു പുതിയൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുന്നത് അനൗൺസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ലെജിസ്ലേറ്റീവ് റീഫോംസ് ആർ ഓൾസോ അണ്ടർ റിവ്യൂ. നേരത്തെ ഉണ്ടായിരുന്ന ലെജിസ്ലേറ്റീവ്സ് എന്ന് പറയുന്നത് ഒന്ന് റീഫോം ചെയ്തുകൊണ്ട് ഒരു റിവ്യൂ നടത്തിക്കൊണ്ട് ഒരു മാറ്റമാണ് 2016 അവർ ചെയ്തത്. As more and more global investors consider investing in Chinese equities, the importance of these efforts to adopt and adhere to global standards of good corporate governance can only continue to grow. അതോടൊപ്പം തന്നെ ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു വളർച്ച കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവിടെ വരുത്തിയിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്തു. എന്തിൽ? ചൈനീസ് ഇക്വിറ്റീസിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ കൂടുതലായിട്ട് കൊണ്ടുവരികയും അവരിലൂടെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നടത്താനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. Importance of these efforts to adopt and adhere to global standards of good corporate governance can only continue to grow. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പുതിയ മാറ്റങ്ങൾ ചൈനീസ് ഇക്വിറ്റീസിൽ കൂടുതലായിട്ട് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ ഒരു എഫേർട്ട് എടുത്തു കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അതിലൂടെ മാത്രമേ ഒരു വളർച്ച നടത്താനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് ചൈന കമ്പനി ലോയ്ക്ക് മനസ്സിലായത്. There are two sets of institutional entities. രണ്ട് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻറ്റിറ്റീസ് ആണ് ഇപ്പോൾ ചൈന ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അതായത് രണ്ട് തരത്തിൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ടു കമ്പനീസും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ടു കമ്പനീസ്. ഇത് രണ്ട് തരത്തിൽ ഇൻറ്റേർണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എൻട്രിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ദോസ് ഇൻറ്റേർണൽ ടു കമ്പനീസ് ആൻഡ് ദോസ് എക്സ്റ്റേണൽ ടു ദം ആർ വർക്കിംഗ് ഇൻ ചൈന ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് രണ്ട് എൻട്രി ഇൻറ്റേർണൽ കമ്പനീസിൻ്റെയും എക്സ്റ്റേണൽ കമ്പനീസിൻ്റെയും എൻട്രിയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൽ ഇന്നർ കമ്പനീസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ടു കമ്പനീസ് എന്ന് പറയുന്നതിൽ ഇന്നർ സർക്കിൾ ഓഫ് ഗവർണൻസ് കൺസിസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ജനറൽ മീറ്റിംഗ്, ബോർഡ്സ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ബോർഡ്സ് ഓഫ് സൂപ്പർവൈസേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് പേഴ്സൺ. അപ്പോൾ ഇന്നർ സർക്കിളിൽ ആരൊക്കെയാണ് നിൽക്കുന്നത്? ജനറൽ മീറ്റിങ്ങിൽ വരുന്ന ഷെയർ ഹോൾഡേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് സൂപ്പർവൈസേഴ്സ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പേഴ്സൺസ് അടങ്ങിയതാണ് ഈ ഇൻറ്റേർണൽ ടു കമ്പനീസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ടു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇനി ഔട്ടർ സർക്കിൾ എന്ന് പറയുന്നതിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? റെഗുലേറ്റേഴ്സ്, പ്രൈമർലി ദ CSRC, ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ദ ചൈനീസ് ലീഗൽ സിസ്റ്റം, ഓഡിറ്റിംഗ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഔട്ടർ സർക്കിളിൽ വരുന്നത്
CSRC ഉണ്ട്, കമ്മീഷനാണല്ലോ, റെഗുലേറ്ററി കമ്മീഷനാണ്, അത് പ്രൈമറി ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ചൈനീസ് ലീഗൽ സിസ്റ്റം, ഓഡിറ്റിംഗ് സിസ്റ്റം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അടങ്ങിയതാണ് ഔട്ടർ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയുടെ സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നതിൻ്റെ ലെവൽ നോക്കി കഴിഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ള ഒരു ലെവൽ തന്നെയാണുള്ളത്. എന്നുണ്ടെങ്കിലും അവർ ആ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹോം ഏരിയാസിലും അതുപോലെ തന്നെ എബ്രോഡ് കാറ്റഗറിയിലും മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് വെസ്റ്റേൺ സ്റ്റൈല് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. 1990s ഒരു പുതിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവർ ക്രിയേറ്റ് ചെയ്തു. ഷാങ്ഹായ് ആൻഡ് ഷെൻഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് CSRC എന്ന് പറയുന്ന ഒരു കമ്മീഷൻ, അതായത് ചൈന സെക്യൂരിറ്റീസ് റെഗുലേറ്ററി കമ്മീഷൻ കൊണ്ടുവന്നു. അതിനുശേഷം വീണ്ടും അതിൻ്റെ ഒരു ഓവർ റിവ്യൂ നടത്തി ഒരു കമ്പനി ലോ എന്ന് പറയുന്നത് ചൈന പാസ് ചെയ്തിട്ട് 2006 കൂടുതലായിട്ടുള്ള റെസൊല്യൂഷൻസ്, ന്യൂ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഓഗസ്റ്റ് 2016 പുതിയ കോഡ് ഓഫ് കണ്ടക്റ്റ് അനൗൺസ് ചെയ്തുകൊണ്ട് പുതിയ തരത്തിലുള്ള ചൈനീസ് ഇക്വിറ്റീസ് എന്ന് പറയുന്നതിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരികയും അവർക്ക് കൂടുതൽ കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുകയും അത് കണ്ടിന്യൂ ചെയ്യുകയും ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് തരത്തിലുള്ള ഇൻറ്റേർണൽ എൻറ്റിറ്റീസ് ആണുള്ളത്, രണ്ട് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻറ്റിറ്റീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഇൻറ്റേർണൽ എൻറ്റിറ്റീസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ എൻറ്റിറ്റീസും. ഇന്നർ സർക്കിൾ എന്ന് പറയുന്നതിൽ അതിൽ ആരൊക്കെയാണുള്ളത്? ജനറൽ മീറ്റിങ്ങിൽ വരുന്ന ഷെയർ ഹോൾഡേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് സൂപ്പർവൈസേഴ്സ്, മാനേജ്മെൻറ്റ് പേഴ്സണൽ. അതേസമയം ഔട്ടർ സർക്കിൾ എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയാണ് വരുന്നത്? CSRC വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ചൈനീസ് ലീഗൽ സിസ്റ്റം, ഓഡിറ്റിംഗ് സിസ്റ്റം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഇവരെല്ലാം ചേർന്നതാണ് ഔട്ടർ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് റഷ്യയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് നോക്കേണ്ടത്. കോർപ്പറേറ്റ് ഗവേണൻസ് ഹാസ് ബീൻ എ മേജർ പോളിസി ഇഷ്യൂ ഇൻ റഷ്യ സിൻസ് ദ ബിഗിനിങ് ഓഫ് ഇറ്റ്സ് ട്രാൻസിഷൻ ടു എ മാർക്കറ്റ് ഇക്കോണമി. മാർക്കറ്റ് ഇക്കോണമിയുടെ ഒരു ആരംഭ കാലഘട്ടത്തിൽ തന്നെ മേജറായിട്ടുള്ള പോളിസീസ് ആര് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്? റഷ്യയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. The privatization process of the early 1990s was put in place before most elements of the corporate governance and investor protection framework, and there were many widely publicized abuses leading to very low asset of prices. അസറ്റ് പ്രൈസ് വളരെ ലോ കാറ്റഗറിയിലാണ് പ്രൈവറ്റൈസേഷൻ പ്രോസസ്സിലൂടെ 1990s റഷ്യയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ മെയിൻ എലമെൻ്റായിട്ട് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ആ ഒരു പ്ലേസ്, അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നതും ഒരു പബ്ലിസൈസ്ഡ് അബ്യൂസസ് വന്നതുകൊണ്ടാണ് ആ അസറ്റിന് എങ്ങനെ വന്നിട്ടുള്ളത്? ലോ പ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളത്. Most observers agree that corporate governance environment has improved in recent years as the government has enhanced the legal and policy framework and key institutions have grown in sophistication and maturity. വളരെ ഒബ്സർവേഴ്സ് ഈ റഷ്യൻ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. റീസെൻ്റായിട്ട് വളരെ ആ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ എൻവയൺമെൻറ്റിൽ തന്നെ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. അതിൽ ന്യൂ പോളിസീസ് അതുപോലെ ന്യൂ ലീഗൽ ഫ്രെയിംവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ റീസെൻ്റായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റഷ്യൻ കോർപ്പറേറ്റ് ഗവേണൻസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കീ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ഗ്രോത്ത്, എന്തിലുള്ള ഗ്രോത്താണ്? സൊഫിസ്റ്റിക്കേഷൻ, മെച്യൂരിറ്റി. അതായത് സങ്കീർണതയിലും അവർക്ക് അതുപോലെ തന്നെ അതിൻ്റെ മെച്യൂരിറ്റി, പക്വതയിലും അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്? വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. Many major Russian companies have also voluntarily improved their financial and ownership transparency. അതോടൊപ്പം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതിൽ വന്നിട്ടുള്ള റഷ്യൻ കമ്പനീസിന് അവിടെ വന്നിട്ടുള്ള മാറ്റം എന്താണ്? വോളണ്ടറി ആയിട്ട് തന്നെ ഫിനാൻഷ്യലും അതുപോലെ തന്നെ ഓണർഷിപ്പിലും എന്ത് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്? സുതാര്യത, ട്രാൻസ്പെറൻസി കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. എ നമ്പർ ഓഫ് റീഫോം ഇനിഷ്യേറ്റീവ്സ്
ആർ കറൻ്റ്ലി അണ്ടർവേ. അതുപോലെ തന്നെ വളരെയധികം നമ്പർ ഓഫ് റീഫോംസ് ആണ് കൂടുതലായിട്ട് ഇനീഷ്യേറ്റീവായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് പക്ഷേ കറൻ്റ്ലി അണ്ടർവേ അതൊരു താഴ്ന്ന ഒരു നിലവാരത്തിലേക്ക് മാത്രമേ അത് ആക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ റഷ്യയുടെ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ മേജറായിട്ട് പോളിസി ഇഷ്യൂസ് 1990s തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവിടെ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് എന്താണ്, പബ്ലിസൈസ്ഡ് അബ്യൂസസ് വന്നതുകൊണ്ട് അസറ്റ് പ്രൈസ് എങ്ങനെയുള്ളതാണ്, ലോ പ്രൈസാണ് വന്നിട്ടുള്ളത്. പുതിയതായിട്ടുള്ള പോളിസീസ് ലീഗലായിട്ടും ആ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നതോടുകൂടി ആ റഷ്യൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രോത്തിന്, ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് അല്ലെങ്കിൽ മെച്യൂരിറ്റി എന്നുള്ള നിലയിലേക്ക് റഷ്യൻ കമ്പനീസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ഫിനാൻഷ്യൽ ആൻഡ് ഓണർഷിപ്പ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് കൊണ്ടുവരാനായിട്ടാണ് കോർപ്പറേറ്റ് ഗവേണൻസിന് സാധിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ സൗത്ത് ആഫ്രിക്കയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഗവേണൻസ് ആർ നോട്ട് ഓൺലി റെഗുലേറ്റഡ് ഇൻ ടേംസ് ഓഫ് ലെജിസ്ലേഷൻ ആൻഡ് ദ കോമൺ ലോ. ഇവിടെ കോർപ്പറേറ്റ് ഗവേണൻസിന് ആവശ്യമുള്ള ഗുഡ് ക്വാളിറ്റീസ്, ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ കോമൺ ലോയിലോ അത് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നില്ല. ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷൻസ് ആർ കണ്ടെയ്ൻ ഇൻ കോഡ്സ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഒരു കിങ് 2 റിപ്പോർട്ട്, കിങ് 3 റിപ്പോർട്ട്, കിങ് 4 റിപ്പോർട്ടായിട്ട് അവിടെ ബെസ്റ്റ് പ്രാക്ടീസിനുള്ള റെക്കമെൻഡേഷൻസ് അവിടെ നടന്നിട്ടുണ്ട്. ദ കിങ് 2 റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ഓഫ് 2002 വാസ് അപ്ലിക്കബിൾ ടു സൗത്ത് ആഫ്രിക്കൻ എൻ്റർപ്രൈസ് അണ്ടിൽ ദ എൻഡ് ഓഫ് ദ ഫെബ്രുവരി 2010. കിങ് 2 എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്, കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ 2002 ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അതാണ് സൗത്ത് ആഫ്രിക്കൻ എൻ്റർപ്രൈസസുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് വരെ അണ്ടിൽ ഫെബ്രുവരി 2010 വരെ. In view of the Companies Act 2008, it became necessary to draft a new King report on corporate governance. Companies Act 2008 വന്നതോടുകൂടി മുമ്പുണ്ടായിരുന്ന കിങ് 2 റിപ്പോർട്ട് എന്ന് പറയുന്നതിനെ മാറ്റി പുതിയൊരു റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് അവർക്ക് വന്നു. എന്താ കാരണം, കമ്പനീസ് ആക്ട് 2008 വളരെയധികം പ്രൊവിഷൻസ് കൂടുതലായിട്ട് വന്നതുകൊണ്ടാണ് കിങ് 2 എന്ന് പറയുന്ന റിപ്പോർട്ട് വീണ്ടും റീഡ്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ള റിപ്പോർട്ടാണ് ഇത് കിങ് 3 റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദ King 3 report deals with more or less the same issues as dealt with in King 2. അപ്പോൾ കിങ് 2 സെയിം ഇഷ്യൂസ് തന്നെയാണ് ഏതിലും വന്നിട്ടുള്ളത്, കിങ് 3 വന്നിട്ടുള്ളത്. ബട്ട് ഇറ്റ് പ്രൊവൈഡ്സ് അഡീഷണൽ പ്രിൻസിപ്പിൾസ്. അതിൽ എന്താണ് പുതിയതായിട്ട് റീഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ പുതിയതായിട്ടുള്ള പോളിസീസും പ്രിൻസിപ്പിൾസും കൊണ്ടുവരാനായിട്ട് കിങ് 3 റിപ്പോർട്ട് ശ്രമിച്ചിട്ടുണ്ട്. It provides general principles regarding ethical leadership and corporate governance, as well as principles of good governance relating to the board and directors, audit committees, the governance of risk and information technology, compliance with laws, codes, rules and standards, internal audit, governing stakeholder relationship and integrated reporting and disclosure. അപ്പോൾ ഈ കിങ് റിപ്പോർട്ട് 2 ശേഷം കമ്പനീസ് ആക്ട് 2008 വന്ന് പുതിയൊരു ഡ്രാഫ്റ്റ് കിങ് 3 എന്ന് പറയുന്ന റിപ്പോർട്ട് വന്നതോടുകൂടി ഇവിടെ കൂടുതലായിട്ട് ജനറൽ പ്രിൻസിപ്പിൾസ് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്, ലീഡർഷിപ്പ്, കോർപ്പറേറ്റ് ഗവേണൻസിൽ വരുന്ന ഒരു എത്തിക്കലായിട്ടുള്ള ഒരു ലീഡർഷിപ്പും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതിൽ ഗുഡ് ഗവേണൻസിന് വേണ്ടതായിട്ടുള്ള പ്രിൻസിപ്പിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവിടെ വരുന്നത് ബോർഡ് ആൻഡ് ഡയറക്ടേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എൻഹാൻസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഓഡിറ്റ് കമ്മിറ്റീസ്, ഇൻഫോർമേഷൻ ടെക്നോളജി, റിസ്ക് മാനേജ്മെൻറ്റ്, കംപ്ലയൻസ് വിത്ത് ലോസ്, കോഡ്സ്, റൂൾസ്, സ്റ്റാൻഡേർഡ്സ്, internal audit, governing stakeholder relationship, integrated reporting and disclosure. ഇത്രയും ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പുതിയൊരു പ്രിൻസിപ്പിൾ ഗുഡ് ഗവേണൻസിന് വേണ്ടിയിട്ട് കിങ് 3 റിപ്പോർട്ട് പ്രകാരം അവിടെ കൊണ്ടുവരാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിങ് 2 ഉണ്ടായിരുന്ന സെയിം ഇഷ്യൂസ് തന്നെ കിങ് 3 ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് ഒരു ഗുഡ് ഗവേണൻസിന് വേണ്ടിയിട്ട് കിങ് 3 റിപ്പോർട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
The King 3 report applies to all entities regardless of the manner and the form of incorporation or establishment and whether in the public, private or non-profit sectors. ഈ King 3 റിപ്പോർട്ട് എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്? പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റ് സെക്ടേഴ്സിലും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. King 3 റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഈ ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഈ ഇത്രയും ഏരിയാസിൽ, അതായത് പബ്ലിക്കിലും പ്രൈവറ്റിലും നോൺ പ്രോഫിറ്റ് സെക്ടേഴ്സിലും അത് കൊണ്ടുവരികയും അതുപോലെ തന്നെ അതിൻ്റെ മാനർ ആൻഡ് ഫോം ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ 3 സെക്ടേഴ്സിലും അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. As per Companies Act 2008, corporate governance issues are not just regulated in codes of best practice, it is now also dealt with within legislation. അപ്പോൾ ഈ കമ്പനീസ് ആക്ട് 2008 വന്നതോടുകൂടി അവിടെ കോഡ്സ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്ന ബെസ്റ്റ് പ്രാക്ടീസിൻ്റെ കോഡ്സ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് റെഗുലേറ്റ് ചെയ്യുക മാത്രമല്ല അവിടെ ചെയ്തിട്ടുള്ളത്, അവിടെ ലെജിസ്ലേഷൻ ഫ്രെയിംവർക്കിലേക്ക് ആ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം കൂടി കമ്പനീസ് ആക്ട് 2008 വന്നതോടുകൂടി അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. Corporate social responsibility issues enjoy more prominence in the Companies Act 2008 than in any previous company legislation in South Africa. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇഷ്യൂസ് ആണ് കമ്പനീസ് ആക്ട് 2008 കൊണ്ടുവന്നിട്ടുള്ളത്. മുമ്പ് അത് ഈ കമ്പനീസ് ആക്ട് 2008 കൊണ്ടുവരുന്നേക്കാൾ മുമ്പ് പ്രീവിയസ് കമ്പനി ലെജിസ്ലേഷനിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഇഷ്യൂസാണ് കമ്പനീസ് ആക്ട് 2008 പ്രകാരം കൊണ്ടുവന്നിട്ടുള്ളത്. Stakeholder protection is addressed in section in the Act and provides for the establishment of social and ethics committee. അതോടൊപ്പം തന്നെ സോഷ്യൽ എത്തിക്കൽ കമ്മിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ കമ്പനീസ് ആക്ട് 2008 ശേഷം പുതിയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? സോഷ്യൽ എത്തിക്സ് കമ്മിറ്റീസ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് എന്താണ്? പ്രൊട്ടക്ഷനാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണ് ഈ കമ്പനീസ് ആക്ട് 2008 അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ന്യൂ പോളിസീസ്, ന്യൂ പ്രിൻസിപ്പിൾസ് കമ്പനീസ് ആക്ട് 2008 കൊണ്ടുവന്നിട്ടുള്ളത്. On 1st November 2016, the King Committee published the King 4 report on corporate governance for South Africa 2016, that is King 4. King 4 റിപ്പോർട്ട് കമ്മിറ്റി എന്ന് പറയുന്നത് 1st November 2016 കിങ് കമ്മിറ്റി പബ്ലിഷ് ചെയ്തത്. അതിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഓഫ് സൗത്ത് ആഫ്രിക്കയുടെ King 4 റിപ്പോർട്ട് എന്നാണ് അതിനറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻട്രൊഡ്യൂസസ് വേരിയസ് അമെൻമെൻറ്റ്സ് ആൻഡ് എൻഹാൻസ്മെൻറ്റ് ടു ഇറ്റ്സ് പ്രെഡിസിസർ ദ King 3 റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ഫോർ സൗത്ത് ആഫ്രിക്ക 2009, ദറ്റ് ഈസ് King 3. King 3 റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ആ പ്രിൻസിപ്പിൾസ്, ആ പോളിസീസ്, ആ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് പുതിയതായിട്ട് King 4 റിപ്പോർട്ട് വന്നപ്പോൾ അത് ഒന്നും കൂടി അമെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ എൻഹാൻസ്മെൻറ്റ്, മുമ്പത്തെ റിപ്പോർട്ട് King 3 എന്ന് പറയുന്ന റിപ്പോർട്ട് ഒന്ന് എൻഹാൻസ് ചെയ്യുകയാണ് എന്തിൽ ചെയ്തിട്ടുള്ളത്? King 4 ചെയ്തിട്ടുള്ളത്. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ പോസിറ്റീവ് സ്റ്റെപ്പ് ഇൻ സൗത്ത് ആഫ്രിക്കൻ കോർപ്പറേറ്റ് ഗവേണൻസ് വിച്ച് എയിംസ് ടു എംബ്രേസ് എ മോർ പ്രാക്ടിക്കൽ അപ്രോച്ച് ഇൻ ദ ഗവേണൻസ് ഓഫ് ഓർഗനൈസേഷൻ വിച്ച് King 4 ഡിഫൈൻസ് എ കമ്പനി, റിട്ടയർമെൻറ്റ് ഫണ്ട്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, സ്റ്റേറ്റ് ഓൺഡ് എൻറ്റിറ്റി, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ എൻറ്റിറ്റി, ട്രസ്റ്റ്, voluntary association and any other juristic person regardless of its manner of incorporation. ഇവിടെ കോർപ്പറേറ്റ് ഗവേണൻസിൽ King 4 റിപ്പോർട്ട് പ്രകാരം ഡിഫൈൻ ചെയ്യുന്നത്, ഒരു കമ്പനിയെ എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്? റിട്ടയർമെൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, സ്റ്റേറ്റ് ഓൺഡ് എൻറ്റിറ്റി, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ എൻറ്റിറ്റി, ട്രസ്റ്റ്, വോളണ്ടറി അസോസിയേഷൻ അല്ലെങ്കിൽ എനി അതർ ജൂറിസ്റ്റിക് പേഴ്സൺ ആയിട്ടാണ് ഒരു കമ്പനീനെ അത് എങ്ങനെ വേണമെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തോട്ടെ. പക്ഷേ ഇവിടെ King 4 റിപ്പോർട്ട് പ്രകാരം കമ്പനി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത് ഈ പറയുന്ന ഏരിയാസിലാണ്. അതായത് റിട്ടയർമെൻറ്റ് ഫണ്ടായിട്ടും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടും സ്റ്റേറ്റ് ഓൺഡ് എൻറ്റിറ്റി, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ എൻറ്റിറ്റി, ട്രസ്റ്റ്, വോളണ്ടറി അസോസിയേഷൻ, അങ്ങനെയാണ് ഒരു കമ്പനീനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പോസിറ്റീവ് സൗത്ത് ആഫ്രിക്കൻ കൺട്രീസിലുണ്ടായിരുന്ന കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ് King 4 റിപ്പോർട്ട് പ്രകാരമുള്ളത്. ഇത് എന്താണ് King 4 റിപ്പോർട്ട് എന്ന് പറയുന്നത്? എന്താണ് എയിം ചെയ്യുന്നത്? എംബ്രേസ് എ മോർ പ്രാക്ടിക്കൽ അപ്രോച്ച്. കോർപ്പറേറ്റ് ഗവേണൻസിൽ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നതാണ് പുതിയ
അമെൻമെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഗവർണൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനിയായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഡെഫിനിഷനിൽ നിന്നുകൊണ്ടുള്ള ഒരു അമെൻമെൻ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ 3 റിപ്പോർട്ടുകളാണ് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യം വന്നിട്ടുള്ളത് കിങ് 2 എന്ന് പറയുന്ന റിപ്പോർട്ടാണ് 2002 വന്നിട്ടുള്ളത്. അവിടെ വരുന്നത് കമ്പനീസ് ആക്ട് 2008 വന്നിട്ടുള്ള ആ ഒരു ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡ്രാഫ്റ്റാണ് വന്നിട്ടുള്ളത്. അത് 2010 വരെ ഈ കിങ് 2 റിപ്പോർട്ട് എന്ന് പറയുന്നത് വന്നിട്ടുള്ളൂ. കമ്പനീസ് ആക്ട് 2008 വന്നതോടുകൂടി ഒരു ന്യൂ ഡ്രാഫ്റ്റ് വന്ന് കിങ് റിപ്പോർട്ട് 3 ആണ് വന്നിട്ടുള്ളത്. അവിടെ വന്നിട്ടുള്ളത് പുതിയതായിട്ടുള്ള കിങ് 2 ഒരു അമെൻമെൻ്റ് എന്ന് പറയുന്നതിൽ പ്രിൻസിപ്പിൾസ് കൊണ്ടുവരികയും അതുപോലെ തന്നെ എത്തിക്കൽ ലീഡേഴ്സ്, അത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ഗവർണൻസിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. പിന്നീട് കമ്പനീസ് ആക്ട് 2008 വന്ന് അവിടെയും വീണ്ടും മാറ്റങ്ങൾ വരുത്തി. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു കമ്പനീസ് ആക്ടിൽ പുതിയ പ്രൊവിഷൻസ് കൊണ്ടുവരികയും അതുപോലെ തന്നെ എത്തിക്കലായിട്ടും സോഷ്യലായിട്ടുള്ള കമ്മിറ്റീസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. വീണ്ടും കിങ് 4 എന്ന് പറയുന്ന റിപ്പോർട്ട് 1 നവംബർ 2016 പബ്ലിഷ് ചെയ്തതോടുകൂടി വീണ്ടും മാറ്റം വരുത്തി മൊത്തമായിട്ട് ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ് അവിടെ വന്നിട്ടുള്ളത്. പ്രാക്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നതിന് ഒരു ഓർഗനൈസേഷനിലേക്ക് ആക്കിക്കൊണ്ട് ഒരു കമ്പനിയെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ, ദ ജർമ്മൻ കോർപ്പറേറ്റ് ഗവർണൻസ് സിസ്റ്റം. ദ ഗോൾസ് ഓഫ് ജർമ്മൻ കോർപ്പറേഷൻസ് ആർ ക്ലിയർലി ഡിഫൈൻഡ് ഇൻ ജർമ്മൻ കോർപ്പറേഷൻ ലോ. ഒരു ജർമ്മൻ കോർപ്പറേഷൻ ലോ പ്രകാരമാണ് ഒരു ജർമ്മൻ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നതിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അതിൻ്റെ ബിഹൈൻഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ജർമ്മൻ കോർപ്പറേഷൻ ലോ ആണ്. Originally enacted in 1937 and subsequently modified in 1965, German corporate law defines the role of the board to govern the corporation for the good of the enterprise, its multiple stakeholders and society at large. 1937 ജർമ്മൻ കോർപ്പറേഷൻ ലോ എന്ന് പറയുന്നത് എനാക്ട് ചെയ്തത്. അത് വീണ്ടും 1965 അതിൽ മോഡിഫിക്കേഷൻ നടത്തി. ഇതിൽ പറയുന്ന ജർമ്മൻ കോർപ്പറേറ്റ് ലോയിൽ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റോൾ എന്താണ്? ഒരു ഗുഡ് കോർപ്പറേറ്റ് എൻ്റർപ്രൈസസിൽ അല്ലെങ്കിൽ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസിൽ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റോൾ എന്താണ്? അതുപോലെ തന്നെ ആരൊക്കെയാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ഇത് സൊസൈറ്റി എന്ന് പറയുന്നതിന് ഒരു ലാർജ് വ്യൂവിൽ നിന്നുകൊണ്ടുള്ള ഒരു വീക്ഷണമാണ് ഈ ജർമ്മൻ കോർപ്പറേഷൻ ലോയിൽ ചെയ്തിട്ടുള്ളത്. Until the 1965 revision, the German corporate law said nothing specific about the shareholders. അതേസമയം 1965 വരെ അവിടെ ജനറൽ കോർപ്പറേറ്റ് ലോയിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്തിരുന്നില്ല. The law also provides that if a company endangers public welfare and does not take a corrective action, it can be dissolved by an act of state. ഈ ജർമ്മൻ കോർപ്പറേറ്റ് ലോ പ്രകാരം അത് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനിയുടെ എൻഡേഞ്ചേഴ്സ് പബ്ലിക് വെൽഫെയർ, അതായത് പബ്ലിക് വെൽഫെയറിൽ എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ അതാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും അതിനെ റിലേറ്റഡ് ആയിട്ട്, അതായത് അപകട സാധ്യതകൾ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതിനെ നമ്മൾ ഇല്ലാതെയാക്കാൻ നോക്കണം. പക്ഷേ ഒരു കറക്റ്റീവ് ആക്ഷനും കോർപ്പറേറ്റ് ജർമ്മൻ ലോ എന്ന് പറയുന്നത് എടുത്തിട്ടില്ല. ഇറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ബൈ എൻ ആക്ട് ഓഫ് സ്റ്റേറ്റ്. പക്ഷേ സ്റ്റേറ്റിൻ്റെ ഒരു ആക്ടോട് കൂടി അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എൻഡേഞ്ചേഴ്സ് പബ്ലിക് വെൽഫെയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. Despite the relatively recent recognition that shareholders represent an important constituency, corporate law in Germany makes it abundantly clear that shareholders are only one of the many stakeholder groups on whose behalf managers must run the firm. ഇവർക്ക് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൊരു ഫാക്റ്റ് എന്ന് പറയുന്നത്, അതായത് മുമ്പുണ്ടായിരുന്ന 1965 വരെ ഉണ്ടായിരുന്ന ഒരു ജർമ്മൻ കോർപ്പറേറ്റ് ലോ പ്രകാരം അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഷെയർ ഹോൾഡേഴ്സിന്, ഞാൻ നേരത്തെ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സിന് കാര്യമായിട്ടുള്ളൊരു പ്രാധാന്യമൊന്നും അവിടെ കൊടുത്തിരുന്നില്ല.
പിന്നീടാണ് ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രാധാന്യം കോൺസ്റ്റിറ്റ്യുവൻസി ലെവലിൽ അവർക്ക് മനസ്സിലാവുകയും ആ ഷെയർ ഹോൾഡേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതായത് അവർക്ക് റെക്കഗ്നൈസ് ചെയ്ത ഫാക്ടർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആർ ഓൺലി വൺ ഓഫ് മെനി സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ്. സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പിലെ ഏറ്റവും പ്രാധാന്യമുള്ളത് ഷെയർ ഹോൾഡേഴ്സ് ആണെന്നും മാനേജേഴ്സ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫേം റൺ ചെയ്യേണ്ടത് എന്നൊരു റെക്കഗ്നീഷനാണ് ഈ 1965 ശേഷം അവർക്ക് മനസ്സിലായി. ലാർജ് പബ്ലിക് ജർമ്മൻ കമ്പനീസ്, those with more than 500 employees, are required to have a two-tier board structure, a supervisory board OC chart that performs the strategic oversight role and a management board or stand that performs an operational and day-to-day management oversight role. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് പബ്ലിക് ജർമ്മൻ കമ്പനീസ് ലാർജ് ആകണമെന്നുണ്ടെങ്കിൽ അതിൽ എത്ര എംപ്ലോയീസിനേക്കാൾ കൂടുതലുണ്ടായിരിക്കണം? 500 എംപ്ലോയീസിനേക്കാൾ കൂടുതൽ വരുമ്പോഴാണ് അതിന് എന്തായിട്ട് പറയുന്നത്? ലാർജ് ആൻഡ് ജർമ്മൻ കമ്പനി ആയിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? 2 ടയർ ആയിരിക്കണം. ആ 2 ടയർ ബോർഡിൽ 2 സെക്ഷനാണുള്ളത്, സൂപ്പർവൈസറി ബോർഡും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ബോർഡും. സൂപ്പർവൈസറി ബോർഡിനെ പറയുന്നതാണ് ഔസി ചാർട്ട് എന്ന്. അവിടുത്തെ പെർഫോമൻസ് എങ്ങനെയാണ്? ദാറ്റ് പെർഫോംസ് ദ സ്ട്രാറ്റജിക് ഓവർസൈറ്റ് റോൾ. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഓവർസൈറ്റിംഗ് ആണ് ഈ സൂപ്പർവൈസറി ബോർഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ. അതേസമയം മാനേജ്മെൻറ്റ് ബോർഡ് വോസ്റ്റാൻഡ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നത് എന്താണ്? ഓപ്പറേഷണൽ ആൻഡ് ഡേ ടു ഡേ മാനേജ്മെൻറ്റ് ഓവർസൈറ്റ് റോൾ. ഡേ ടു ഡേ ആയിട്ടുള്ള അഫയേഴ്സ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള ബോർഡാണ്. ലാർജ് പബ്ലിക് ജർമ്മൻ കമ്പനീസ്, അതായത് 500 എംപ്ലോയീസിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ മാനേജ് ചെയ്യുന്നത് 2 ടയർ ആണ്. 2 ടയർ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറി ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ബോർഡ് ഉണ്ട്. ദ സൂപ്പർവൈസറി ബോർഡ് അപ്പോയിൻറ്റ്സ് ആൻഡ് ഓവർസീസ് ദ മാനേജ്മെൻറ്റ് ബോർഡ്. സൂപ്പർവൈസറി ബോർഡാണ് മാനേജ്മെൻറ്റ് ബോർഡിലുള്ള ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദർ ആർ നോ ഓവർലാപ്സ് ഇൻ മെമ്പർഷിപ്പ് ബിറ്റ്വീൻ ദ 2 ബോർഡ്സ്. 2 ബോർഡും തമ്മിൽ, അതായത് 2 ബോർഡിലുള്ള മെമ്പേഴ്സ് തമ്മിൽ ഒരിക്കലും എന്തുണ്ടായിരിക്കില്ല? ഓവർലാപ്പിംഗ് ഉണ്ടായിരിക്കില്ല. സൂപ്പർവൈസറി ബോർഡിലുള്ള മെമ്പേഴ്സാണ് ആരെ സെലക്ട് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് ബോർഡിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. In companies with more than 2,000 employees, half of the supervisory board must consist of employees and the other half of shareholders, representatives. അതിൽ 2000-നേക്കാൾ മേലെയുള്ള എംപ്ലോയീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന സൂപ്പർവൈസറി ബോർഡിൽ പകുതി പേരും ആരായിരിക്കും? എംപ്ലോയീസ് ആയിരിക്കും. ബാക്കി പകുതി പേരെ മാത്രമേ ആരായിട്ട് സെലക്ട് ചെയ്യുന്നുള്ളൂ? ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് സെലക്ട് ചെയ്യുന്നുള്ളൂ. ദ ചെയർപേഴ്സൺ ഓഫ് ദ സൂപ്പർവൈസറി ബോർഡ് ഈസ് ഹൗവർ ടിപ്പിക്കലി എ ഷെയർ ഹോൾഡർ റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ഹാസ് ദ ടൈ ബ്രേക്കിംഗ് വോട്ട്. ചെയർപേഴ്സണായിട്ട് ആരെയാണ് സെലക്ട് ചെയ്യുന്നത്? സൂപ്പർവൈസറി ബോർഡിലുള്ള ഒരു ഷെയർ ഹോൾഡറെയാണ് ചെയർപേഴ്സണായിട്ട് എടുക്കുക. അതുപോലെ തന്നെ അത് ടൈ ബ്രേക്ക് വോട്ട് പ്രകാരമാണ് ഒരു ചെയർപേഴ്സണെ സെലക്ട് ചെയ്യുന്നത്. ദ മാനേജ്മെൻറ്റ് ബോർഡ് കൺസിസ്റ്റ് ഓൾമോസ്റ്റ് എൻറ്റയർലി ഓഫ് ദ സീനിയർ എക്സിക്യൂട്ടീവ്സ് ഓഫ് ദ കമ്പനി. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത് അതിൽ ആരെയാണ് സെലക്ട് ചെയ്യുന്നത്? സീനിയർ എക്സിക്യൂട്ടീവ്സ് ഓഫ് ദ കമ്പനീനെയാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്. ദസ് മാനേജ്മെൻറ്റ് ബോർഡ് മെമ്പേഴ്സ് ഹാവ് കൺസിഡറബിൾ ഫേം ആൻഡ് ഇൻഡസ്ട്രി സ്പെസിഫിക് നോളജ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാനേജ്മെൻറ്റ് ബോർഡാണ് ആ ഒരു ഫേമിനെ ഓർഗനൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവിടെ കൺട്രോൾ ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പോൾ മാനേജ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം? പ്രൊഫഷണൽ നോളേജ് ഉള്ളവരായിരിക്കണം. അതായത് പ്രൊഫഷണൽ നോളേജ് ഉള്ള ആൾക്കാരെ മാത്രമേ ആരായിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ? മാനേജ്മെൻറ്റ് ബോർഡ് മെമ്പേഴ്സായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദി എസെൻസ് ഓഫ് ദിസ് 2 ടയേർഡ് ബോർഡ് സ്ട്രക്ചർ ഈസ് ദ എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേക്ക് ഹോൾഡർ interest other than the of shareholders. No major strategic decision can be made without the cooperation of employees and their representatives. അപ്പോൾ 2 ടയേർഡ് സ്ട്രക്ചറാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് 2 ടയേർഡ് ബോർഡ് സ്ട്രക്ചറിൻ്റെ ഒരു എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മാത്രമല്ല സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഈ 2 ടയേർഡ് ബോർഡ് സ്ട്രക്ചറിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മേജർ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എന്ന് പറയുന്നത് ആരെയും കൂടിയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്? എംപ്ലോയീസിനെയും അതുപോലെ തന്നെ ഈ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സിനെയും കൂടിയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവിടെ
decision making എന്ന് പറയുന്നത് എടുക്കുന്നത്. No major strategic decisions can be made without the cooperation of employees and their representatives. എംപ്ലോയീസിൻ്റെയും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെയും പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഒരു ഡിസിഷൻസും എടുക്കാനായിട്ട് സാധിക്കില്ല. The ownership structure of German firms also differs quite substantially from that observed in Anglo-American firms. അപ്പോൾ ഇവിടുത്തെ ഓണർഷിപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ജർമ്മൻ ഫേമുകളുടെ ഓണർഷിപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓൾസോ ഡിഫേഴ്സ് ക്വൈറ്റ് സബ്സ്റ്റാൻഷ്യലി ഫ്രം ദാറ്റ് ഒബ്സർവ്ഡ് ഇൻ ആംഗ്ലോ അമേരിക്കൻ ഫേംസ്. ആംഗ്ലോ അമേരിക്കൻ ഫേംസിൽ ഉണ്ടായിരുന്ന ആ ഒരു ഒബ്സർവേഷനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു ഓണർഷിപ്പ് സ്ട്രക്ചറാണ് എവിടെയുള്ളത്, ജർമ്മൻ ഫേംസിൽ ഉള്ളത്. ഇന്റർ കോർപ്പറേറ്റ് ആൻഡ് ബാങ്ക് ഷെയർ ഹോൾഡേഴ്സ് are common and only a relatively small proportion of the equity is owned by private citizens. ഇവിടെ പ്രൈവറ്റ് സിറ്റിസൻസിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നിൽക്കുന്നത്, ഇൻ്റർ കോർപ്പറേറ്റും അതുപോലെ തന്നെ ബാങ്ക് ഷെയർ ഹോൾഡേഴ്സാണ് കോമൺ ആയിട്ട് വരുന്നത്. വളരെ ചെറിയൊരു പ്രൊപ്പോർഷൻ മാത്രമേ പ്രൈവറ്റ് സിറ്റിസൻസിനെ ഇക്വിറ്റി ഓണേഴ്സായിട്ട് വെക്കുന്നുള്ളൂ. ഓണർഷിപ്പ് ടിപ്പിക്കലി ഈസ് മോർ കോൺസെൻട്രേറ്റഡ്. Almost 1/4 of the public held German firms has a single majority shareholder. അതായത് ഒരു ക്വാർട്ടർ പോർഷൻ മാത്രമേ പബ്ലിക്കിൽ, ഓൾമോസ്റ്റ് 1/4 ഓഫ് ദ പബ്ലിക്കലി ഹെൽഡ് ജർമ്മൻ ഫേംസ് പബ്ലിക്കലി ഹെൽഡ് ആണെങ്കിൽ അത് എത്രത്തോളം പോർഷൻ നിൽക്കുന്നുണ്ട്, 1/4 പോർഷൻ നിൽക്കുന്നുണ്ട് ആസ് എ സിംഗിൾ മെജോറിറ്റി ഷെയർ ഹോൾഡർ. അവിടെയൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സാണ് വരുന്നത്. Also, a substantial portion of equity is bearer rather than registered stock. ഇവിടെ ഇക്വിറ്റി എന്ന് പറയുന്നത് ബെയറർ സ്റ്റോക്കാണ് കൂടുതലായിട്ട് വരുന്നത്. അതായത് രജിസ്റ്റേർഡ് സ്റ്റോക്കിനേക്കാൾ കൂടുതലായിട്ട് സബ്സ്റ്റൻഷ്യൽ പോർഷൻ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ബെയറർ സ്റ്റോക്കാണ് ഹോൾഡ് ചെയ്യുന്നത്. സച്ച് ഇക്വിറ്റി ഈസ് ടിപ്പിക്കലി ഓൺ ഡെപ്പോസിറ്റ് വിത്ത് ദ കമ്പനീസ് ഹൗസ് ബാങ്ക് വിച്ച് ഹാൻഡിൽസ് മാറ്റേഴ്സ് സച്ച് ആസ് ഡിവിഡൻഡ് പേയ്മെൻറ്റ്സ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. അപ്പോൾ ഇവിടുത്തെ ഹൗസ് ബാങ്ക് എന്ന് പറയുന്നതാണ് കൂടുതലായിട്ട് ഡിവിഡൻഡ് പേയ്മെൻറ്റിൻ്റെ കേസിലും അതുപോലെ തന്നെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ടിപ്പിക്കലായിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്നത്. ഇത് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സ്, ഇക്വിറ്റി എന്ന് പറയുന്നത് ഒരു ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സായിട്ട് ആ കമ്പനിയുടെ ഹൗസ് ബാങ്ക് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ആ ബാങ്ക് തന്നെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളതും അതുപോലെ തന്നെ ആ ഫേമിൻ്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നത്. German law allows banks to vote such equity on deposit by proxy unless depositors explicitly instruct the bank to do otherwise. ബാങ്കിനോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇൻസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്. പക്ഷേ ജർമ്മൻ ലോയിൽ അലൗ ചെയ്യുന്നത്, ബാങ്കുകളെ അലൗ ചെയ്യുന്നത് അവർക്കാണ് വോട്ട് ചെയ്യാനുള്ളത്. അതായത് അവർ ചെയ്യുന്നത് ഇക്വിറ്റി ഓൺ ഡെപ്പോസിറ്റ് ബൈ പ്രോക്സി വഴി അവർക്ക് ഇക്വിറ്റി വോട്ട് എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ ഒരിക്കലും ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിന് എക്സ്പ്ലിസിറ്റായിട്ട് ബാങ്കിനോട് ഇന്ന പോലെ പ്രവർത്തിക്കുക എന്ന് ഇൻസ്ട്രക്ട് ചെയ്യാനുള്ള അധികാരമില്ല. അതിനെന്തായിരിക്കും കാരണം? ബിക്കോസ് ഓഫ് ദ ഇൻറ്റീരിയ ഓൺ ദ പാർട്ട് ഓഫ് മെനി ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്സ് ഇൻ റിയാലിറ്റി കൺട്രോൾ എ സബ്സ്റ്റൻഷ്യൽ പോർഷൻ ഓഫ് ദ ഇക്വിറ്റി ഇൻ ജർമ്മൻ കമ്പനീസ്. ജർമ്മൻ കമ്പനീസിൻ്റെ മേജർ പോർഷൻ ആരായിരിക്കും ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന മേജർ പോർഷൻ വരുന്നത് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകളായിരിക്കും ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതിൽ കൂടുതൽ റോള് പ്ലേ ചെയ്യുന്നത്. The ownership structure, the voting restrictions and the control of the bank also imply that takeovers are less common in Germany compared to the United States, as evidenced by the relatively small number of mergers and acquisitions. ഈ മേജർ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ആർക്കായിരിക്കും? ബാങ്കിനായിരിക്കും. അതുകൊണ്ട് തന്നെ ബാങ്കിൽ ടേക്ക് ഓവറോ അല്ലെങ്കിൽ മെർജറോ എക്വിസിഷൻ എന്ന് പറയുന്നത് വളരെ കുറവേ ഉണ്ടായിരിക്കുള്ളൂ. അവിടുത്തെ ഓണർഷിപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ വോട്ടിംഗ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നതും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ബാങ്കുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ മെർജറിങ്ങോ അല്ലെങ്കിൽ എക്വിസിഷനോ അല്ലെങ്കിൽ ടേക്ക് ഓവർ എന്ന് പറയുന്നത് വളരെ ലോ ലെവലിൽ മാത്രമേ നടക്കുള്ളൂ. അത് ബാങ്കുകൾ തന്നെയാണ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് കൈവശം വെച്ചിട്ടുണ്ടായിരിക്കുക. When corporate combinations do take place, they usually are friendly,
അറേഞ്ച്ഡ് ഡീൽസ്. പക്ഷേ കോർപ്പറേറ്റ് കോമ്പിനേഷൻസ് വന്ന് നോക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഫ്രണ്ട്ലി ആയിരിക്കും. അതുപോലെ തന്നെ ഡീലിങ്സ് എന്ന് പറയുന്നത് അറേഞ്ച്ഡ് ആയിരിക്കും. അണ്ടിൽ ദ റീസെൻറ്റ് റൈസ് ഓഫ് പ്രൈവറ്റ് ഇക്വിറ്റി, ഹോസ്റ്റൽ ടേക്ക് ഓവേഴ്സ് ആൻഡ് ലെവേർജ്ഡ് ബൈഔട്ട്സ് were virtually non-existent. Even today, anti-takeover provisions, poison pills and golden parachutes are rare. ഇവിടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇക്വിറ്റിക്ക് കൂടുതലായിട്ട് അണ്ടിൽ ദ റീസെൻറ്റ് റൈസ് ഓഫ് പ്രൈവറ്റ് ഇക്വിറ്റി. പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് വരുന്ന കാലം വരെ ഹോസ്റ്റൽ ടേക്ക് ഓവേഴ്സും, ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ആരാണ് ഹോസ്റ്റായിട്ട് നിൽക്കുന്നത് അവരുടെ ഒരു ടേക്ക് ഓവർ, അതുപോലെ തന്നെ ലിവേർജ്ഡ് ബൈ ഔട്ട്സ്, അവർ തന്നെയാണ് വാങ്ങി വിൽക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനൊരു നോൺ എക്സിസ്റ്റൻസ് ആണ് ഇവിടെ വന്നിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ളൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ആൻറ്റി ടേക്ക് ഓവർ പ്രൊവിഷൻസും അതുപോലെ തന്നെ പോയ്സൺ പിൽസ്, ഗോൾഡൻ പാരച്യൂട്ട്സ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടുണ്ട്? വളരെ റയറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ജർമ്മൻ കോർപ്പറേറ്റ് ഗവേണിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ജർമ്മൻ കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ജർമ്മൻ കോർപ്പറേഷൻ ലോ പ്രകാരമാണ് അത് നടത്തിക്കൊണ്ടു പോകുന്നത്. അതിൽ ലാർജ് കമ്പനീസ് എന്ന് പറയുന്നതിന് എത്ര എംപ്ലോയീസ് ഉണ്ട് അത് വെച്ചുകൊണ്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ 500 എംപ്ലോയീസിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ ലാർജർ പബ്ലിക് ജർമ്മൻ കമ്പനി ആക്കുകയും അവിടെ 2 ടയേർഡ് ബോർഡ് സ്ട്രക്ചറാണ് കൊണ്ടുവരുന്നത്, സൂപ്പർവൈസറി ബോർഡും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ബോർഡും. ഇനി 2000 എംപ്ലോയീസിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ ഹാഫ് പോർഷൻ സൂപ്പർവൈസറി ബോർഡിൽ വരുന്നത് എംപ്ലോയീസ് റെപ്രസെൻറ്റേറ്റീവ്സും ബാക്കി 50% മാത്രമേ ആര് വരുന്നുള്ളൂ? ഷെയർ ഹോൾഡേഴ്സ് റെപ്രസെൻറ്റേറ്റീവ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും ആരുടെ റെപ്രസെൻറ്റേഷനും കൂടിയുണ്ട്? എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേഷനോട് കൂടിയിട്ടാണ് അവിടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വരുന്നത്. ജർമ്മൻ കോർപ്പറേഷൻ ലോയിൽ വരുന്നതിൽ മെയിൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബാങ്ക് ആയതുകൊണ്ട് ഡിവിഡൻഡ് പോളിസിയുടെ കേസിലായാലും റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും ആരാണ് കൂടുതൽ അവിടെ റോള് പ്ലേ ചെയ്യുന്നത്? ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവരാണ് അതവിടുത്തെ മേജർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം, മേജർ ഷെയർ എന്ന് പറയുന്നത്, ഇക്വിറ്റി എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ആയതുകൊണ്ട് അവിടെ ടേക്ക് ഓവറോ മെർജറോ എക്വിസിഷനോ ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ ജപ്പാനീസ് കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സ് ഓഫ് ഫേംസ് വിത്ത് സ്റ്റേബിൾ റെസിപ്രോക്കൽ മൈനോറിറ്റി ഇക്വിറ്റി ഇൻട്രസ്റ്റ് ഇൻ ഈച്ച് അതർ നോൺ ആസ് കാരറ്റസ്. Although the firms in a Caritas are typically independent companies, they trade with each other and cooperate on matters such as governance. ഇവിടെ ജപ്പാനീസ് കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഫേമുകൾ തമ്മിൽ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. അതെ, ആ ക്രിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്റ്റേബിളാണ്. അതോടൊപ്പം തന്നെ റെസിപ്രോക്കൽ മൈനോറിറ്റി ഈക്വിറ്റി ഇൻട്രസ്റ്റിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാരറ്റ്സസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ ജപ്പാനീസ് ഇക്കണോമിക് കോർപ്പറേറ്റ് ഗവേണൻസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാരറ്റസ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ദ ഫേംസ് ഇൻ എ കാരറ്റസ് എന്ന് പറഞ്ഞാൽ ആ ടിപ്പിക്കലി ഇൻഡിപെൻഡൻറ്റ് കമ്പനീസൊക്കെ എങ്ങനെയായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ദ ട്രേഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് കോർപ്പറേറ്റ് ഓൺ മാറ്റേഴ്സ് സച്ച് ആസ് ഗവേണൻസ്. അവർ ഇൻഡിവിജ്വലായിട്ട് ട്രേഡ് നടത്തും, പക്ഷേ അവരുടെ കോർപ്പറേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈച്ച് അതർ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് നടത്തുന്നത്. അതുകൊണ്ടാണ് തന്നെയാണ് അതിനെ നമ്മൾ എന്തായിട്ട് പറയുന്നത്? കാരറ്റസ് എന്ന് പറയുന്നത്. കാരറ്റസ് ക്യാൻ ബി വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ, ഈ കോപ്പറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും? വെർട്ടിക്കലായിട്ടും അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടായിരിക്കും ഈ കാരറ്റസ് നടക്കുന്നത്. വെർട്ടിക്കൽ കാരറ്റസ് ആർ നോട്ട് നെറ്റ്വർക്ക്സ് ഓഫ് ഫേംസ് അലോങ് ദ സപ്ലൈ ചെയിൻ. ഹൊറിസോണ്ടൽ കാരറ്റസ് ആർ നെറ്റ്വർക്ക് ഓഫ് ബിസിനസ് ഇൻ സിമിലർ പ്രൊഡക്റ്റ് മാർക്കറ്റ്സ്. അപ്പോൾ ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടലും തമ്മിലുള്ള പ്രത്യേകത, വേർതിരിവ് എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ കാരറ്റസ് ആണെങ്കിൽ ഇവിടെ വരുന്നത് നെറ്റ്വർക്ക് ഓഫ് ഫേംസ് അലോങ് ദ സപ്ലൈ ചെയിനിലുള്ള ഒരു നെറ്റ്വർക്കാണ് ഫേമുകൾ തമ്മിലുള്ളത്. അതേസമയം ഹൊറിസോണ്ടൽ കാരറ്റസ് ആണെന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ബിസിനസ് ഇൻ സിമിലർ പ്രൊഡക്റ്റ്, സെയിം പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൽ വരുന്നൊരു നെറ്റ്വർക്കാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഹൊറിസോണ്ടൽ. അപ്പോൾ വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നേരെ വരും. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ പാരലൽ വരും. അപ്പോൾ വെർട്ടിക്കലിൽ വരുന്നത് ഒരു സപ്ലൈ ചെയിൻ ആയിട്ടാണ് വരുന്നത്. അതേസമയം ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഇവിടെ വരുന്നത് എന്താണ്?
സിമിലർ പ്രൊഡക്റ്റിൻ്റെ ബിസിനസ് നെറ്റ്വർക്കിനെയാണ് എന്തായിട്ട് പറയുന്നത് ഹൊറിസോണ്ടൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. Horizontal characters typically include a large main bank that does with all the member firms and holds minority equity position in each. അപ്പോൾ ഹൊറിസോണ്ടൽ ക്യാരക്ടേഴ്സിൽ നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സിമ്പിൾ പ്രൊഡക്റ്റ് ബിസിനസ് ചെയ്യുന്ന നെറ്റ്വർക്കിനെയാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടിപ്പിക്കലി ഇൻക്ലൂഡ് ലാർജ് മെയിൻ ബാങ്ക്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മെയിൻ പോർഷൻ എന്ന് പറയുന്നത് ആർക്കാണ്, ബാങ്കിനാണ്. ദാറ്റ് ഡസ് ബിസിനസ് വിത്ത് ഓൾ ദ മെമ്പർ ഫേംസ് ആൻഡ് ഹോൾഡ്സ് മൈനോറിറ്റി ഇക്വിറ്റി പൊസിഷൻ ഇൻ ഈച്ച്. ഒരു മൈനോറിറ്റി ഇക്വിറ്റി പൊസിഷനേ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷെ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ ബിസിനസ് ഓർഗനൈസേഷനുകൾ നിൽക്കുന്നത്. ലൈക്ക് ആംഗ്ലോ അമേരിക്കൻ കമ്പനീസ്, ജപ്പാനീസ് ഫേംസ് ഹാവ് സിംഗിൾ ടയർ ബോർഡ്സ്. ഇവിടെ ആംഗ്ലോ അമേരിക്കൻ കമ്പനീസിൻ്റെ പോലെ തന്നെ ജപ്പാനീസ് ഫേമിലും സിംഗിൾ ടയർ ബോർഡാണ് നിൽക്കുന്നത്. ഇൻ ജപ്പാൻ എ സബ്സ്റ്റൻഷ്യൽ മെജോറിറ്റി ഓഫ് ബോർഡ് മെമ്പേഴ്സ് ആർ കമ്പനി ഇൻസൈഡേഴ്സ്, യൂഷ്വലി കറൻറ്റ് ഓർ ഫോമർ സീനിയർ എക്സിക്യൂട്ടീവ്സ്. ഇൻസൈഡർ എക്സിക്യൂട്ടീവ്സ് ആണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അവർ എങ്ങനെയുള്ളവരായിരിക്കും, സീനിയർ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജർമ്മനിയിൽ പറഞ്ഞ പോലെ ഡബിൾ ടയർ ഇല്ല, സിംഗിൾ ടയറേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ സിംഗിൾ ടയർ മെമ്പേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഇൻസൈഡേഴ്സ് ആയിരിക്കും. അത് കറണ്ട് അല്ലെങ്കിൽ ഫോമർ സീനിയർ എക്സിക്യൂട്ടീവ്സിനെയാണ് ഇവിടെ സിംഗിൾ ടയർ മെമ്പർഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദസ് അൺലൈക്ക് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഔട്ട്സൈഡ് ഡയറക്ടർഷിപ്പ് ആർ സ്റ്റിൽ റെയർ, ഓൾദോ ദേ ആർ ബിക്കമിങ് മോർ പ്രിവലൻറ്റ്. ഔട്ട്സൈഡ് ഡയറക്ടേഴ്സിന് ഇതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല, ഇൻസൈഡേഴ്സിന് തന്നെയാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. The one exemption to outside directorship is the main banks. ആകെ കൂടി ഔട്ട്സൈഡർ ആയിട്ട് നമ്മൾ ഡയറക്റ്റിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരെയാണ്, ബാങ്കിനെയാണ്. Their representatives usually sit on the boards of the carrots firms with whom they do business. ഏത് ഫേം ആണോ ഇവരുമായിട്ട് ബിസിനസ് ചെയ്യുന്നത് അതിലെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ആര് ഇരിക്കും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നമ്മളുടെ ബാങ്കിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് ഇരിക്കും. In contrast to the German governance system, where employees and sometimes suppliers tend to have explicit board representation, the interest of stakeholders other than management or the banks are not directly represented on Japanese board. ജപ്പാനീസ് ബോർഡിൽ ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയോ മാനേജ്മെൻറ്റിൻ്റെയോ ഒരു താല്പര്യത്തിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. ഇൻ കോൺട്രാസ്റ്റ് ടു ജർമ്മൻ ഗവർണൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എംപ്ലോയീസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്നത് എംപ്ലോയീസ് ആൻഡ് സംടൈംസ് സപ്ലയേഴ്സ് ടെൻ ടു ഹാവ് എക്സ്പ്ലിസിറ്റ് ബോർഡ്. ചില സമയത്ത് എംപ്ലോയീസും അതുപോലെ തന്നെ സപ്ലയേഴ്സിനും ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ എന്തിലുണ്ടായിരിക്കും, ബോർഡിൽ ഉണ്ടായിരിക്കും. ദ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതർ ദാൻ മാനേജ്മെൻറ്റ് ഓർ ദ ബാങ്ക്സ് ആർ നോട്ട് ഡയറക്ട്ലി റെപ്രസെൻറ്റഡ് ഇൻ ജപ്പാനീസ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെയോ ബാങ്കിൻ്റെയോ ഒരു റെപ്രസെൻറ്റേഷൻ ഏതിലുണ്ടായിരിക്കില്ല, ജപ്പാനീസ് ബോർഡിൽ ഉണ്ടായിരിക്കില്ല. ഷെയർ ഓണർഷിപ്പ് ഇൻ ജപ്പാൻ ഈസ് കോൺസെൻട്രേറ്റഡ് ആൻഡ് സ്റ്റാബിൾ. ഒരു ജപ്പാൻ കമ്പനിയാണെങ്കിൽ അതിൽ ഷെയർ ഓണർഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, കോൺസെൻട്രേറ്റഡ് ആണ്, അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിരിക്കും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഷെയർ ഓണർഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. ഓൾ ദ ജപ്പാനീസ് ബാങ്ക്സ് ആർ നോട്ട് അലൗഡ് ടു ഹോൾഡ് മോർ ദാൻ 5% ഓഫ് എ സിംഗിൾ ഫേംസ് സ്റ്റോക്ക്. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് 4 or 5 ബാങ്ക്സ് ടിപ്പിക്കലി കൺട്രോൾസ് അബൌട്ട് 20% to 25% ഓഫ് ദ ഫേംസ് ഇക്വിറ്റി. ഒരിക്കലും ബാങ്കിന് ഒരു മേജർ ഷെയർ ഏതിൽ കൊടുക്കുന്നില്ല, ജപ്പാനീസ് കോർപ്പറേറ്റ് ഗവർണൻസിൽ കൊടുക്കുന്നില്ല. അപ്പോൾ ജപ്പാനീസ് ബാങ്ക്സ് എത്ര മാത്രമേ അവിടുത്തെ ഇക്വിറ്റിയിൽ ഹോൾഡ് ചെയ്യുന്നുള്ളൂ, ഹോൾഡ് മോർ ദാൻ 5% ഓഫ് ദ സിംഗിൾ ഫേം സ്റ്റോക്ക്. ഒരു സിംഗിൾ ഫേമിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുന്നത് നോട്ട് അലൗഡ്, 5% കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. ഇനി സ്മോൾ ഗ്രൂപ്പാണ് എന്നുണ്ടെങ്കിൽ 4 or 5 ബാങ്ക്സ് ടിപ്പിക്കലി കൺട്രോൾസ് അബൌട്ട് 20 to 25%. ഇനി ചെറിയ ചെറിയ ഫേമുകളുടെ ഒരു ഗ്രൂപ്പാണെങ്കിൽ 4 or 5 ബാങ്കുകൾ അതിൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര വരെ ആവാം, 20 തുടങ്ങി 25% വരെ ഫേമിന്
ഫേമിൻ്റെ ഇക്വിറ്റി ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആസ് ഇൻ ജർമ്മനി, ദ മാർക്കറ്റ് ഫോർ കോർപ്പറേറ്റ് കൺട്രോൾ ഇൻ ജപ്പാൻ ഈസ് റിലേറ്റീവ്ലി ഇനാക്റ്റീവ് കമ്പയർഡ് ടു ദാറ്റ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇനി ജർമ്മനിയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കൺട്രോള് ജപ്പാനിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കമ്പയർ ചെയ്യുന്ന പോലെ ഇനാക്റ്റീവാണ്, ഈസ് റിലേറ്റീവ്ലി ഇനാക്റ്റീവ്. ജപ്പാൻ്റെ കോർപ്പറേറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇനാക്റ്റീവ് കൺട്രോൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഡിസ്ക്ലോഷർ ക്വാളിറ്റി ഓൾദോ കൺസിഡർഡ് സുപ്പീരിയർ ടു ദാറ്റ് ജർമ്മൻ കമ്പനീസ് ഈസ് പുവർ ഇൻ കമ്പാരിസൺ ടു ദാറ്റ് US ഫേംസ്. അതുപോലെ തന്നെ ഡിസ്ക്ലോഷർ ക്വാളിറ്റി എന്ന് പറയുന്നതും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫേംസിനെ കമ്പയർ ചെയ്യുമ്പോൾ ജപ്പാൻ കമ്പനികൾ വളരെ പുവർ സിറ്റുവേഷൻ, പുവർ പെർഫോമൻസ് മാത്രമേ കാഴ്ച വയ്ക്കുന്നുള്ളൂ. Although there are rules against insider trading and monopolistic practices, the application of these laws is the best, uneven and inconsistent. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ജപ്പാനീസിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ് ലോ എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ വരുന്നത് എന്താണ്, ഇൻസൈഡർ ട്രേഡിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതുപോലെ തന്നെ മൊണോപോളിസ്റ്റിക് പ്രാക്ടീസ്, കുത്തകാവകാശത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസുകളാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ദ അപ്ലിക്കേഷൻ ഓഫ് ദീസ് ലോസ് ഈസ് അറ്റ് ബെസ്റ്റ്, അൺഈവൻ ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ്. പക്ഷേ ഈ മൊണോപോളിസ്റ്റിക് പ്രാക്ടീസ് ആയാലും ഇൻസൈഡർ പ്രാക്ടീസ് ആണെങ്കിലും എങ്ങനെയാണ് നടക്കുന്നത്, ബെസ്റ്റായിട്ട്, അൺഈവൻ അതായത് ഈക്വൽ അല്ലാതെ, ഇൻകൺസിസ്റ്റൻറ്റ് പൊരുത്തമില്ലാത്ത വിധത്തിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ജപ്പാനീസിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സിംഗിൾ ടയറാണ്. സിംഗിൾ ടയറാണെങ്കിലും ഇവിടെ വരുന്നതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ബാങ്കുകളുടെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ അതിലൊരു കൺട്രോൾ ആർക്കുണ്ടായിരിക്കും, ബാങ്കിനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഈ ഫേമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ബാങ്ക് ഉണ്ടെങ്കിൽ ആ ബാങ്കിന് ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇരിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ വരുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു കാരറ്റ്സസ് സിസ്റ്റവും അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാരറ്റ്സസ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്, അത് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സെയിം പ്രോഡക്റ്റിലുള്ള ബിസിനസ്സാണ് ഫോക്കസ് ചെയ്യുന്നത്. വെർട്ടിക്കൽ നെറ്റ്വർക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഒരു സപ്ലൈ ചെയിൻ, അതായത് കൈമാറ്റം ചെയ്തുകൊണ്ട് പോകുന്നതാണ് വെർട്ടിക്കൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ രണ്ട് സിസ്റ്റം ആണെങ്കിലും അതിൻ്റെ ഒരു ചെറിയ തോതിലുള്ള ഒരു ഇൻട്രാക്ഷൻ ആർക്കുണ്ട്, ബാങ്കിനുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ജർമ്മൻ കോർപ്പറേറ്റ് ഗവേണൻസിൽ പറഞ്ഞ പോലെ ജപ്പാനീസിൻ്റെ ഇതിൽ ബാങ്കിന് മേജർ എക്വിറ്റി എന്ന് പറയുന്നതിൽ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. 5% താഴെയുള്ള ഒരു സ്റ്റോക്ക് മാത്രമേ ആര് കൈവശം വയ്ക്കുന്നുള്ളൂ, ബാങ്ക് കൈവശം വയ്ക്കുന്നുള്ളൂ. ഒന്നിൽ കൂടുതൽ ഫേമുകൾ ഉണ്ടെങ്കിൽ 20-25% ഇടയിൽ വയ്ക്കാം. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ജപ്പാനീസിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു പുവർ പെർഫോമൻസ് മാത്രമേ കാഴ്ചവെക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റ് അസൈൻമെൻറ്റ് ഞാൻ തരാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് പേജ് നമ്പർ 109 43ാമത്തെ റെഫറൻസാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ജോഷി വി ചെയ്തിട്ടുള്ള ഇന്ത്യൻ സിനാറിയോനെ പറ്റി, അതായത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇന്ത്യൻ സിനാറിയോ, അതാണ് നിങ്ങൾ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ നിങ്ങൾ ഓൺലൈൻ വഴി ഗൂഗിൾ വഴി നിങ്ങൾ റിസർച്ച് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂ എഴുതുകയും വേണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, മനസ്സിലാക്കുക, ക്ലാരിഫൈ ചെയ്യുക, അറിവ് സമ്പാദിക്കുക. അത് മാത്രമേ നിങ്ങളുടെ ഒരു MCOM ഡിഗ്രി ലെവലിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. വായിക്കുക, അറിവ് സമ്പാദിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.